Hello everyone, welcome to Disha Academy. സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈവൻ പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും കാണുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഇപ്പം ലൈവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തിനി വരാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് നമ്മുടെ NTPC എന്ന് പറയുന്നത്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന നോൺ ടെക്നിക്കൽ പോസ്റ്റിന്റെ എക്സാമിനേഷൻ ആണ് NTPC. അപ്പോൾ അതിന്റെ എക്സാം ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഷോർട്ട് നോട്ടീസ് വന്നിരുന്നു. ആ ഷോർട്ട് നോട്ടീസിൽ ഇപ്പോൾ എന്താ നമുക്ക് വാക്കൻസി ലിസ്റ്റും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ്. എന്തായാലും അതിൽ തന്നെ ഇനി എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്, ഗ്രാജുവേറ്റ് പോസ്റ്റുകളും ഉണ്ട്. അതായത് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യുക, അതായത് +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യുന്ന പ്രത്യേക പോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കാണുന്ന എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും NTPCയുടെ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഈ പറഞ്ഞ ഇപ്പോൾ വന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിനെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും പോസ്റ്റുകളാണ് അവരിപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതായത് വാക്കൻസി കൊടുത്തിട്ടുള്ള ഈ ഒരു 5 പോസ്റ്റുകളാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 5 പോസ്റ്റിനെ പറ്റി ഡീറ്റെയിലിംഗ് ചെയ്യാണ്. കാരണം ഇതിൽ തന്നെ ഇനി അഡീഷണൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അവരിപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, വാക്കൻസി ലിസ്റ്റ് ഇടാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെയാണ് ഗ്രാജുവേറ്റ് പോസ്റ്റിൽ ഇപ്പം വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലുള്ള എന്തെന്ന് പറയുന്നത്, വാക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ടിക്കറ്റിന് വേണ്ടി ഇരിക്കുന്ന ഒരു സൂപ്പർവൈസിങ് പോസ്റ്റ് ആണ്. ടിക്കറ്റ് കൊടുക്കുക, അങ്ങനത്തെ ടിക്കറ്റ്സിന്റെ കാര്യങ്ങൾ നോക്കുന്ന അങ്ങനത്തെ സൂപ്പർവൈസിങ് പോസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു പോസ്റ്റിംഗ് ആണ്. കാരണം നോൺ ടെക്നിക്കൽ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഡയറക്ട്ലി നിങ്ങൾക്ക് എന്തുമായിട്ട് റിലേറ്റ് ആവേണ്ട, നിങ്ങൾക്ക് ഡയറക്ട്ലി ട്രെയിനിന്റെ ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ആവേണ്ട കാര്യം അവിടെ വരുന്നില്ല. നിങ്ങൾക്ക് എന്തായിരിക്കും ഇരുന്ന് ചെയ്യുന്ന, സാവധാനം ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള, റിലാക്സിങ് എന്ന് പറഞ്ഞാൽ ഒത്തിരി റിലാക്സിങ് അല്ല, ഫയൽ വർക്ക്സ് ഉണ്ട്, എന്നാലും ഓഫീസ് വർക്ക് എന്ന രീതിയിൽ, ഒരു ക്ലറിക്കൽ പോസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുഗമമായിട്ടുള്ള ഒരു പണി തന്നെയാണ് റെയിൽവേയുടെ ഇത്രയും ജോലികൾ എന്ന് പറയുന്നത്. ഈവൻ സ്റ്റേഷൻ മാസ്റ്ററാണ് ഏറ്റവും നല്ല ഹൈക്കുള്ള ഒരു സാലറി ഹൈക്കും. അതുപോലെ തന്നെ ഇത് ഗ്രാജുവേറ്റ് പോസ്റ്റിനൊക്കെ അത്യാവശ്യം നല്ല സാലറിയാണ് കേട്ടോ. 35,000 ബേസിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാലറി പാക്കേജ് ഉള്ള ജോലികളാണ്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഒരുപാട് ഓവർ ടെൻഷൻ വരാത്ത രീതിയിലുള്ള നല്ല ജോലികൾ തന്നെയാണ്. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സ്റ്റേഷൻ, ഏതൊരു റെയിൽവേ സ്റ്റേഷൻ എടുത്താലും ആ സ്റ്റേഷൻ്റെ മൊത്തവും കൺട്രോൾ നോക്കുക, അതിൻ്റെ സൂപ്പർവൈസിങ് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ടാണോ നടക്കുന്നത്, അതിൻ്റെ നമ്മുടെ ജൂനിയർ സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അവിടുത്തെ പബ്ലിക്കുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ കൊണ്ടു നടക്കുക, അങ്ങനത്തെ കുറേ എന്തൊക്കെയാണോ ഒരു സ്റ്റേഷനെ സംബന്ധിച്ചിട്ട് സൂപ്പർവൈസിങ് ആയിട്ട് വരുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്. ഗുഡ്സ് ട്രെയിൻ മാനേജറാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വെള്ള കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ട്രെയിൻ മാനേജർ ആയിട്ടാണ്. അതായത് ഇനി ഓപ്പറേഷൻ രീതിയിൽ, അതായത് ബാക്കിയുള്ളവരെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പോസ്റ്റിംഗ് ആണ്. അതായത് ഗുഡ്സ് ട്രെയിനിൻ്റെ കാര്യങ്ങൾ, ഇതിൽ കൊണ്ടുപോകുന്ന പാക്കേജിങ്ങിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. ഗുഡ്സ് ട്രെയിനിൻ്റെയും അതുപോലെ തന്നെ നോർമൽ ട്രെയിനിൻ്റെയും ഓപ്പറേഷൻസിൻ്റെ കാര്യമോ അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് പിന്നെ വരുന്നത് എന്താണ്, ടൈപ്പിസ്റ്റ് ജോലികളാണ്. അത് ജൂനിയർ കം ടൈപ്പിസ്റ്റും ഉണ്ട്, അക്കൗണ്ടന്റ് കം ടൈപ്പിസ്റ്റും ഉണ്ട്, സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റും ആണ്. പിന്നെ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കറിയാലോ, ഓഫീസ് റൂമുകളിൽ ഇരിക്കുന്ന, ഫയൽ വർക്ക്സ് ഒക്കെ ചെയ്യാതിരിക്കുന്ന ഓഫീസ് ക്ലർക്സ് പോലത്തെ ഉള്ള ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ്. അതാണ് അതിൽ വരുന്ന പിന്നെ ഉള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓഫീസ് വർക്കാണ്, ടൈപ്പിസ്റ്റ് ജോലിയാണ്, പിന്നെ എന്താണ് ട്രെയിനിൻ്റെ മാനേജിങ്ങിൻ്റെ കാര്യം നോക്കുന്ന ആൾ, ഒന്ന് സ്റ്റേഷൻ്റെ സൂപ്പർവൈസിങ് ചെയ്യുന്ന ആൾ, ഒന്ന് ടിക്കറ്റ് സൂപ്പർവൈസിങ് ചെയ്യുന്ന, ടിക്കറ്റ്സ് ഒക്കെ കൃത്യമായിട്ടാണോ കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു 5 പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, വാക്കൻസീസ് വിളിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റുകളിലാണ്. ഇതാണ് ഗ്രാജുവേറ്റ് പോസ്റ്റ്. മൊത്തം എത്രയായിരുന്നു, 8,000+ വാക്കൻസീസ് ആയിരുന്നു വിളിച്ചിട്ടുള്ളത് അല്ലേ. 8,113 എന്ന് പറയുന്ന ഒരു വാക്കൻസിയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതിൽ പോസ്റ്റുകളാണ് ഗുഡ്സ് ട്രെയിൻ മാനേജറിനുണ്ട് 3,144. അത്യാവശ്യം നല്ല ഒരു ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ലൊരു പൊസിഷനിങ് ഗുഡ്സ് ട്രെയിൻ മാനേജറിന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞുണ്ട് ടിക്കറ്റ് സൂപ്പർവൈസറിനുണ്ട് 1,700. അത് കഴിഞ്ഞ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനുണ്ട് 732 വാക്കൻസി. സ്റ്റേഷൻ മാസ്റ്ററിന് പക്ഷേ നിയർലി ഒരു 1,000 വാക്കൻസീസേ ഉള്ളൂ. പക്ഷെ അത് വലിയ കാര്യമാക്കണ്ട, ചിലപ്പോൾ എന്ത് ചെയ്യാമെന്നോ കൂടാം. നമുക്ക് ഇപ്പോൾ ഷോർട്ട്
നോട്ടീസേ വന്നിട്ടുള്ളൂ. ഒറിജിനൽ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെക്കാളും നമുക്ക് എന്ത് വരാം, വാക്കൻസീസ് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവരുത്. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാനുള്ള പ്രിപ്പറേഷൻസ് മാത്രം ചെയ്താൽ മതി കേട്ടോ. NTPC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഇപ്പം റെയിൽവേയിൽ തന്നെ ഏറ്റവും നല്ല ജോലി എന്ന് നമുക്ക് പറയാം. ഉണ്ട്, ബാക്കി ജോലികളുണ്ട്, പക്ഷെ അതിന് അതിൻ്റെതായ എന്തുണ്ട്, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഡേറ്റ് ടൈമിങ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ജോബ്, നമുക്ക് അത്യാവശ്യം എക്സാംസ് എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോബ് തന്നെയാണ് NTPC എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ എഫേർട്ട് പോലെയാണ് അതൊക്കെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വേക്കൻസിയിൽ കണ്ടോ, ടൈപ്പിസ്റ്റിന്റെ ജോബുകളാണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ എന്താണ്, നമ്മൾ നോർമലി കേൾക്കുന്ന ടൈപ്പിസ്റ്റ് ജോബുകൾ തന്നെയാണ്. അപ്പോൾ എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിന്റെ കീഴിലാണ് ടൈപ്പിസ്റ്റ് ജോലി വരുന്നത്. എന്തിനു വേണ്ടിയാണ്, ഹയർ ഒഫീഷ്യൽ ഹെൽപ്പ് ദെയർ ഡേറ്റ എൻട്രി വർക്ക്സ്. ഇതിന്റെയൊക്കെ ഡേറ്റ എൻട്രി കാര്യങ്ങളുണ്ടല്ലോ, ഓരോ ട്രെയിനിനെ സംബന്ധിച്ചിട്ടുള്ള പല പല ഡേറ്റ എൻട്രി ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനെ പറ്റിയിട്ട് ഏതൊക്കെ ട്രെയിനിന് അവിടെ വരുന്ന ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഫയൽ വർക്ക്സും ചെയ്യുന്നത് ആരായിരിക്കും, ഈ ടൈപ്പിസ്റ്റ് ജോലിയാണ് അല്ലെ. ജൂനിയർ കം ടൈപ്പിസ്റ്റ് ആയാലും സീനിയർ കം. ഇപ്പൊ ജൂനിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സീനിയറിന്റെ കാലം കുറച്ചും കൂടെ റാങ്ക് കുറവായിരിക്കും. അപ്പൊ എന്താണ്, അതിനനുസരിച്ച് സാലറി കുറവായിരിക്കും. പിന്നെ എന്താണ്, വർക്ക്സ് അവരെ പോലെ സൂപ്പർവൈസിങ് ആയിരിക്കത്തില്ല ജൂനിയേഴ്സിന് എന്തായിരിക്കും, ഫയൽ വർക്ക്സ് ആയിരിക്കും, ഒരുപാട് ഫയൽസ് നോക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ്, പ്രൊമോഷൻ കിട്ടിയാണ് സീനിയറിലേക്ക് വരുന്നതെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്തായാലും മെയിൻറ്റെയിൻ എന്താണ്, ഫയൽസ്, ഡോക്യുമെന്റ്സ്, ഇതിൻ്റെ ട്രെയിനിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ട്രെയിനിൻ്റെ അറൈവൽ, ഡിപ്പാർച്ചർ, അതുപോലെ എത്ര പാസഞ്ചേഴ്സ് കയറി, ഓരോ ട്രെയിനിന് വരുന്ന ഇപ്പം കംപ്ലയിൻസ് ഉണ്ടല്ലോ, ആ കംപ്ലയിൻസിന് പോയ ചിലവുകൾ, അവിടുത്തെ ഒരു സ്റ്റേഷൻ നടന്നു പോയതിൻ്റെ കുറേ ചിലവുകൾ കാണുമല്ലോ. അങ്ങനത്തെയൊക്കെ പല പല മെത്തേഡ്സിലുള്ള എന്താണ്, ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് ആര് നോക്കുന്നത്, ടൈപ്പിസ്റ്റുകാർ നോക്കുന്നത്. ചെക്ക് ഓൺ ഓൾ ഇന്റേണൽ ട്രാൻസാക്ഷൻ, എന്തൊക്കെ ഇന്റേണൽ ട്രാൻസാക്ഷൻ ആ ഒരു സ്റ്റേഷനെ സംബന്ധിച്ച് നോക്കി അതെല്ലാം അവിടുത്തെ ടൈപ്പിസ്റ്റുകളായിരിക്കും നോക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഓരോ റെയിൽവേ സ്റ്റേഷനും സ്പെസിഫൈ ചെയ്തിട്ട് ഇത്ര ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്തുണ്ട്, ആളുകൾക്ക് വാക്കൻസീസ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ചെക്ക് ദ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി, എന്തെങ്കിലും ഇറഗുലാരിറ്റി വന്നാൽ പോലും ചെക്ക് ചെയ്യുന്നത് അവരാണ് കേട്ടോ. പിന്നെ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റിയിൽ ഇത് ചെയ്യുന്നു, ഡോക്യുമെന്റ്സ് കമ്പൈൽ ചെയ്യുന്നു, ഡേറ്റ എൻട്രി വർക്ക് ആൻഡ് മോണിറ്ററി ട്രാൻസാക്ഷൻ. പിന്നെ ഇവർക്കൊക്കെ ഉള്ള സാലറീൻ്റെ എന്താണ് ഡീറ്റെയിൽസിങ്ങും, പിന്നെ ഈ നമുക്കറിയാലോ ടാക്സ് പോലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, ടൈപ്പിസ്റ്റുകളായിരിക്കും. ഇനി അടുത്തെന്തുണ്ട്, സീനിയർ ടൈം കീപ്പർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഏതിലാണ് വരുന്നത്, നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റിങ്ങിലാണ് വരുന്നത് സീനിയർ ടൈം കീപ്പർ എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്, ഇപ്പൊ അത് വിളിച്ചിട്ടില്ല. സീനിയർ ടൈം കീപ്പറിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, വാക്കൻസീസ് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റിംഗ് കൂടെ ഉണ്ട്. അതെന്തിനാ പറയുന്നത്, റെക്കോർഡ് ഓഫ് ദ മൊമെന്റം ഓഫ് എന്താണ് ഡിഫറെന്റ് ട്രെയിൻസ്, ഓരോ ട്രെയിൻ എത്ര സമയത്തിന് എത്തുന്നു, കൃത്യമായ സമയമാണോ അത് പാലിക്കുന്നത്, എന്തുകൊണ്ട് അത് ഓരോ പൈലറ്റ്, ചിലപ്പോൾ എന്താണ് ലോക്കോ പൈലറ്റ്സിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർ സ്റ്റേഷൻ മാസ്റ്ററിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പം പല പല മിസ്റ്റേക്സ് പലയിടത്തുനിന്നും ഉണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താണ് ഹോൾ കാര്യങ്ങൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, സീനിയർ ടൈം കീപ്പർ എന്ന് പറഞ്ഞാൽ. ടൈം കീപ്പ് ചെയ്യുക അല്ലേ, ജൂനിയർ ടൈം കീപ്പറും ഉണ്ട്, സീനിയർ ടൈം കീപ്പേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസ്റ്റിംഗ് കൂടെ ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ വാക്കൻസിയിൽ എന്തായാലും പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം, വരുമ്പം ഇനി ഒറിജിനൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട് കേട്ടോ. ഈ വൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ മാനേജ്മെന്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, വെഹിക്കിൾ ഗൈഡൻസ് വിച്ച് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് ഇൻക്ലൂഡിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് വേക്കൻസ്. എത്ര വേക്കൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഓരോ സ്ഥാനത്തിൽ എത്ര ടൺ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ടയർ വെയിറ്റ് ഒക്കെ ഇങ്ങനെ അറിയാലോ, പാഴ്സൽസ് ഒക്കെ കൊടുത്ത് വിടാറുണ്ടല്ലോ നമ്മൾ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ടോട്ടൽ ആ ഒരു വെഹിക്കിളിൻ്റെ മൊത്തവും ഇത് അറിഞ്ഞിട്ട്, വെഹിക്കിൾ ഗൈഡൻസ് അറിഞ്ഞിട്ട് എത്ര വെയിറ്റ് അവിടെ കയറ്റി അയക്കാം, അങ്ങനത്തേക്ക് കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ട്രെയിനിനെ സംബന്ധിച്ചുള്ള ട്രെയിനിൻ്റെ മാനേജിങ് നോക്കുന്ന ആൾ, ഉള്ളിലുള്ള ഇന്റേണൽ മാനേജ്മെന്റ് സിസ്റ്റം നോക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. ടു കണ്ടക്ട് ചെക്സ് ഓൺ ദ എൻ്റയർ ട്രെയിൻ ഇൻ ഓർഡർ ടു എൻഷുർ എനി ലൂസ് എൻഡ്. കണ്ടോ, ഇനി എന്തെങ്കിലും ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ റണ്ണിങ്ങിന്, ഇപ്പം ഒരു ട്രെയിൻ ഓടുമ്പോൾ ആ ട്രെയിനിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷണലി എന്തെങ്കിലും ഒരു പാളിച്ച പറ്റുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കണം. ആ പ്രോസസ്സ് സ്മൂത്ത് ആവണമെങ്കിൽ ആരുടെ ഒരു ഹെൽപ്പ് വേണം, ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ഒരു ഇത് നന്നായിട്ട് പോകത്തുള്ളൂ. ആ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, എൻഷ്യൂർ ബ്രേക്ക് കണ്ടിന്യൂറ്റി വിത്ത് ദ ലോക്കോ പൈലറ്റ് ആൻഡ് ഇറ്റ് സ്മൂത്ത്നെസ്. കണ്ടോ, ലോക്കോ പൈലറ്റുമായിട്ടുള്ള ഒരു സംവാദം എന്ന് വെച്ചാൽ എന്താണ്, ട്രെയിനിന് എന്തെങ്കിലും മാനേജ്മെന്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ബ്രേക്ക് സിസ്റ്റംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ, നെഗറ്റീവ്സ് എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ചെയ്യുക, ട്രെയിൻ ഹാസ് സഫിഷ്യൻറ്റ് ബ്രേക്ക് പവർ, ട്രെയിനിന് ബ്രേക്കിൻ്റെ പവറൊക്കെ ഉണ്ട്, അതിൻ്റെ എന്താണ് ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമാണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, ഗുഡ്സ് ട്രെയിൻ മാനേജർ. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് ആണ് നമുക്കിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, അത്യാവശ്യം നല്ല വാക്കൻസിയിൽ വിളിച്ചിട്ടുള്ളത്, അത്യാവശ്യം നല്ല ജോലിയാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റേഷൻ മാസ്റ്റർ അത്യാവശ്യം ഒരു സ്റ്റേഷൻ്റെ ഏറ്റവും ഹെഡ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ, ആ ഒരു രീതിക്കാണ് സ്റ്റേഷൻ മാസ്റ്റർ. അത്യാവശ്യം നല്ല ഒരു പോസ്റ്റിംഗ് ആണ് കേട്ടോ.
സുഖമായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർവൈസേഴ്സ് കൺട്രോൾ ആൻഡ് മാനേജസ് ദ ആക്ടിവിറ്റീസ് ഓഫ് റെയിൽവേ സ്റ്റേഷൻ വിച്ച് ഈസ് അസൈൻഡ്. ഏത് സ്റ്റേഷനാണോ ആൾക്ക് കിട്ടിയിരിക്കുന്നത് ആ സ്റ്റേഷന്റെ മൊത്തം കൺട്രോൾ ആരുടെ തലയിലാണ്? സ്റ്റേഷൻ മാസ്റ്റർ. എന്തൊരു തെറ്റ് വന്നാലും അത് ആദ്യം വരുന്ന ആർക്കായിരിക്കും? സ്റ്റേഷൻ മാസ്റ്ററിനായിരിക്കും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അത്രയും കൃത്യമായിട്ടും ചിലപ്പോൾ വർക്ക് ടൈം കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അതായത് ഷിഫ്റ്റുകളൊന്നും കാണാതെ ചിലപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് കാണാം, അങ്ങനെയൊക്കെ കാണാതിരിക്കാം. പക്ഷെ എന്തായാലും മനസ്സിലാക്കുക, അത്യാവശ്യം എന്ത് ചെയ്യുക, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. മാനേജ് സ്റ്റേഷൻ എംപ്ലോയീസ് ആൻഡ് ഹോൾസ് റെസ്പോൺസിബിലിറ്റി ഫോർ സേഫ്റ്റി. പിന്നെ എന്താണ്, എന്തെങ്കിലും സ്റ്റേഷൻ്റെ എംപ്ലോയീസിൻ്റെ ഉള്ള, ഇപ്പം ഏറ്റവും ഹെഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, താഴത്തെ നിലയിൽ എന്താണ്ട് ഒരുപാട് പേരുണ്ട്. ജൂനിയേഴ്സ് ഉണ്ട്, ക്ലർക്സ് ഉണ്ട്, സ്റ്റാഫ്സുകളുണ്ട്. പിന്നെ എന്താണ്, ഈ സ്വീപ്പിംഗ് ചെയ്യുന്ന പോലെയുള്ള ഈ നമ്മുടെ സാധനങ്ങളുണ്ടല്ലോ, നമുക്ക് ഈ റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാ ആൾക്കാരെയും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കോർഡിനേഷൻ കംപ്ലീറ്റ് സ്റ്റേഷൻ മാസ്റ്റർ. എന്തൊരു പരാതി വന്നാലും ആർക്കാണ് വരുന്നത്? സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആരാണ്? സ്റ്റേഷൻ മാസ്റ്ററാണ് കേട്ടോ. പിന്നെ എന്താണ്, ഡിസ്ട്രിബ്യൂട്ട് ഡ്യൂട്ടീസ് എമോങ്സ് ദ സ്റ്റാഫ് എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റാഫ് വർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നതും ആരാണ്? സ്റ്റേഷൻ മാസ്റ്ററാണ്. ടു എൻഷുർ ദ സ്മൂത്ത് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ട്രെയിൻസ്. അതുപോലെ തന്നെ ഓരോ ട്രെയിൻ ഇത്ര സമയത്തിന് കറക്റ്റ് ടൈമിങ്ങിന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഏതൊക്കെ ട്രെയിൻ, കാരണം ഇവർ കൊളാപ്സ് ആവാൻ പാടില്ല. അപ്പോൾ ഓരോ ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് അവയർനെസ് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ വരാവൂ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്ററാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പബ്ലിക് കംപ്ലയിൻസ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു പെട്ടെന്നൊരു മിസ്ഫോർച്യൂണായിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡൻസ് സംഭവിച്ചു, അവിടെയൊക്കെ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഫീഡ്ബാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പബ്ലിക്കിൻ്റെ ഒപ്പീനിയനോട് ചേർന്ന് നിന്ന് സംസാരിക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററാണ്. എന്തൊരു പ്രശ്നം വന്നാലും അതിനെ ഡീൽ ചെയ്യേണ്ടത് സ്റ്റേഷൻ മാസ്റ്ററാണ്. ഇതിൻ്റെ നമ്മുടെ ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കീഴിൽ കുറേ പേരുണ്ട്, അവരും അതിനെ മാനേജ് ചെയ്യും. പുള്ളി എന്ത് ചെയ്താൽ മതി? സൂപ്പർവൈസ് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി അല്ലേ? ആ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലൊക്കെ നിങ്ങളും എത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ RRB NTPC എന്ത് ചെയ്യണം? പഠിച്ച് കയറിയാലേ പറ്റുള്ളൂ. കയറണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് പറഞ്ഞത്, ഇതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ വേണം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. RRB NTPC ഇപ്പോൾ എന്താണ് 2024 ഇപ്പോൾ വിളിക്കുമ്പോൾ കോഴ്സ് ഫീ നമ്മൾ എത്രയാണ്? 5000 എന്നുള്ള ഒരു റേഞ്ചിലാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഒരു 6 മാസത്തിൻ്റെ ടൈം ഉറപ്പായിട്ടും കിട്ടും. അതിനുള്ളിൽ നിങ്ങൾക്ക് NTPC ഉറപ്പായിട്ടും കവർ ചെയ്ത് ഈ ഒരു അവർ പറയുന്ന ഒരു കട്ട് ഓഫ് റേഞ്ച് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് വേണം, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണം. അപ്പോൾ ആ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെയൊക്കെ ഇപ്പോൾ ഏത് ക്ലാസ് ആയാലും, ഇപ്പം നമ്മൾ ദിശയുടെ ക്ലാസ് തന്നെ എടുക്കാൻ പറയാനില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, നല്ല രീതിക്ക് പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ദിശയുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് സെഷനും അതുപോലെ തന്നെ മെൻറ്റർ സപ്പോർട്ട് വിത്ത് മെറ്റീരിയൽ വർക്കൗട്ടിങ്ങും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് കൃത്യമായ ഒരു പാറ്റേണിൽ ഈ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വർഷം തന്നെ ഈ ഒരു ജോലി കിട്ടാമെന്ന് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, ഇപ്പോൾ 2019 അവസാനത്തെ NTPC വിളിച്ചത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ടൈമിങ് കഴിഞ്ഞിട്ട് ഇപ്പം വിളിക്കുന്നതേ ഉള്ളൂ 2024. ഇതുപോലെ ഈ ഒരു അവസരം ഇനി നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലാണ് കിട്ടണമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, റെയിൽവേയുടെ കാര്യത്തിൽ നമുക്ക് സത്യം പറഞ്ഞ ഒരു ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നിങ്ങൾക്ക് എത്ര ചാൻസ് കിട്ടുന്നോ ആ കിട്ടിയ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് വേണമെങ്കിൽ അഡ്മിഷൻ ചെയ്യാം, എന്തെങ്കിലും ക്യൂറീസ് നടത്തണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ നോക്കാം. +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് എന്തൊക്കെയാണ് പോസ്റ്റിംഗ് എന്ന് നോക്കാം. അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ള മെയിൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ മുന്നേ TTE എന്ന് പറഞ്ഞൊരു പോസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. TTE എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എക്സാമിനർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. TTE പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം തൊട്ട് മേ ബി അതെന്ത് ചെയ്യുക, അവർ ടിക്കറ്റ് ചെക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടിക്കറ്റ് എക്സാമിനർ എന്ന് പറഞ്ഞ TTE പോസ്റ്റ് എന്ത് ചെയ്യാം? അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ് കേട്ടോ. +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. അത് ചിലപ്പോൾ ഇതിൽ കയറ്റാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്തായാലും ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എന്തായാലും അത് ചാൻസ് ഉണ്ട്. അതുപോലത്തെ ഒരു ഇതാണ് ടിക്കറ്റ് ക്ലർക്കുകൾ കേട്ടോ. ടിക്കറ്റ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കും ഏകദേശം ടിക്കറ്റ് കൊടുക്കുക, ടിക്കറ്റിൻ്റെ സൂപ്പർവൈസിങ് ചെയ്യുക, ടിക്കറ്റ്സ് കറക്റ്റ്ലി അവൈലബിൾ ആക്കി
ആക്കി കൊടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടോ. ഇപ്പം അത് ഓൺലൈനിലായാലും ശരി തന്നെ ഓഫ്ലൈനിലായാലും നമുക്കിപ്പോൾ എന്ത് ചെയ്യുക, ടിക്കറ്റ്സുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന ടിക്കറ്റ് ക്ലർക്സ് ആണ്. ഇതെല്ലാം എന്താണ്, ക്ലറിക്കൽ പോസ്റ്റാണ്. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലറിക്കൽ പോസ്റ്റാണ്. മറ്റതൊക്കെ എന്താണ്, ഏകദേശം ഒരു സൂപ്പർവൈസിങ് പോസ്റ്റ് പോലെയാണ്. ഇത് കണ്ടോ, ട്രെയിൻസിന്റെ ക്ലർക്കുണ്ട്. നമ്മൾ നേരത്തെ ട്രെയിൻസ് ഗുഡ്സ് മാനേജർ എന്ന് പറഞ്ഞ പോലെ അത് മാനേജർ പോസ്റ്റ്, ഇതെന്താണ് ക്ലറിക്കൽ പോസ്റ്റ്. ട്രെയിനിന്റെ തന്നെ ക്ലറിക്കൽ പോസ്റ്റ് ഉണ്ട്. പിന്നെ എന്തുണ്ട്, ടൈപ്പിസ്റ്റ് ജോബ് ഇവിടെ വരുന്നുണ്ട്. ജൂനിയർ ടൈപ്പിസ്റ്റ് ജോബോ അക്കൗണ്ട് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ജോബും ഇവിടെ വരുന്നുണ്ട്. ഇത്രയും പോസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളൂ. ഇതിനേക്കാളും പോസ്റ്റുകൾ ഉള്ളതാണ്, പക്ഷെ ഇപ്പം ഇത്രയും വിളിച്ചിട്ടുള്ളൂ. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ക്ലർക്ക് ആണെങ്കിൽ എന്താണ്, ഹാൻഡ്ലിംഗ് പേപ്പർ വർക്ക് റിലേറ്റഡ് ടു ട്രെയിൻ സച്ച് ആസ് ട്രെയിൻ ഷെഡ്യൂൾ, ഇഷ്യൂയിങ് ടിക്കറ്റ്. കണ്ടോ, ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇഷ്യൂയിങ് ടിക്കറ്റ്സ് ഇത് ചെയ്യുക. ഇവരെല്ലാം ഒരേ ഒരു കമ്പാർട്ട്മെന്റിലാണ് കേട്ടോ. ടിക്കറ്റ് ക്ലർക്കും അതുപോലെ തന്നെ സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കും അതുപോലെ തന്നെ ട്രെയിൻ ക്ലർക്കും ഒക്കെ ഏകദേശം ട്രെയിനിന്റെ ഷെഡ്യൂളൊക്കെ മനസ്സിലാക്കി അതിന്റെ ടിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്താണ്, നമ്പർ ഓഫ് വാഗൺസ്, കോച്ചസ് ഒക്കെ മനസ്സിലാക്കി അതിന്റെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുമല്ലോ, വെഹിക്കിൾ ഗൈഡൻസ് അനുസരിച്ച്. ഈ ഇൻഫർമേഷനൊക്കെ ഇവർ എന്ത് ചെയ്യണം, ഫീഡ് ചെയ്യണമല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആക്സസ് ചെയ്യാൻ പറ്റണം. ഇത്രയൊക്കെയാണ് അതിലുള്ള ബാക്കിയുള്ള ഇതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ നമ്മൾ. അതായത് ഹോൾ ഇൻഫർമേഷൻ ഒരിപ്പോൾ മെയിൻ്റനൻസ്, അതൊരു കാര്യം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അതിനൊരു പ്രോപ്പർ ഷെഡ്യൂളിംഗ് ഉണ്ടായിരിക്കണം. ഒരു പ്രോപ്പർ രീതിയിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. എത്ര പേര് ബുക്ക്ഡായി, എത്ര പേര് ബുക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്, അവൈലബിൾ ഉള്ളത്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിൻ്റെ കുറേ പേപ്പർ വർക്ക്സും അതിൻ്റെ കുറേ ഡോക്യുമെൻറ്റേഷനും ചെയ്യുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ക്ലർക്കും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയാം കേട്ടോ. ഇഷ്യൂഡ് ചെക്ക് ദ ഇഷ്യൂഡ് ടിക്കറ്റ് ചെക്ക് ചെയ്യുക, മോണിറ്റർ ആൻഡ് ചെക്ക് ദ ബുക്ക് ആൻഡ് ലഗേജ് ആൻഡ് ഗുഡ്സ്. എന്തെങ്കിലും ലഗേജും ഗുഡ്സും ഒക്കെ കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കിട്ടാനുള്ള പാട് മാത്രമേ നമുക്കുള്ളൂ അല്ലേ. ഇപ്പോൾ കണ്ടോ, ജൂനിയർ ക്ലറിക്കം ടൈപ്പിസ്റ്റിന് എത്ര വേക്കൻസിയാണ്, 990 വേക്കൻസീസാണ് വിളിച്ചിട്ടുള്ളത്. അക്കൗണ്ട് ക്ലറിക്കം ടൈപ്പിസ്റ്റിന് 361. ഇപ്പോൾ കണ്ടോ, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്കിനാണ് എത്ര വേക്കൻസീസ്, 2022 വേക്കൻസീസ്. അതത്ര ചെറിയ കാര്യമല്ല, അത്യാവശ്യം ഓഫീസ് വർക്ക് തന്നെയാണ്, ആവശ്യത്തിനുള്ള പണിയേ ഉള്ളൂ. ഇപ്പം നല്ലൊരു വർക്കാണ്. അപ്പം അതിന് അത്യാവശ്യം 2022 വേക്കൻസീസ് അവർ വിളിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലാണ് അത് വരുന്നത് കേട്ടോ, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിലാക്കണം. RRB NTPCയിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ തന്നെ ഒതുങ്ങി കൂടുകയല്ല ചെയ്യുന്നത്, ഓരോ ടൈം കഴിയും. അതാണ് നമ്മൾ എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC പോലെ അല്ല. PSC എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷനാണ്, അതിന് അതിൻ്റെതായ കുറേ പാകപ്പിഴവുണ്ട്. പിന്നെ നമുക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ജോലി, അല്ലെങ്കിൽ നമുക്കറിയാന്നുള്ള കാര്യത്തിൽ ജോലി കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ PSC ഒക്കെ എഴുതുന്നത് അല്ലേ. അതേസമയം SSC ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷനായ എന്താ പ്രത്യേകത, നമുക്ക് അവിടെ വരുന്ന സാലറിയാണ് ഏറ്റവും മുഖ്യമായ കാര്യം. സാലറി പ്ലസ് എന്താ പറയുക, നമ്മൾ ഇൻക്രിമെൻറ്റ്സ്, നമ്മുടെ പ്രൊമോഷൻസ്, അതൊക്കെ ഫാസ്റ്റാണ്, ഒന്നും ലാഗ് അടുപ്പിക്കത്തില്ല. അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കെല്ലാം കയ്യിൽ അത്യാവശ്യം സാലറി പാക്കേജും ഉണ്ടായിരിക്കും. നമുക്ക് ഒരിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുറഞ്ഞതെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്തൊരു ജോബുകളാണ് കേട്ടോ. അപ്പോൾ RRB NTPCയുടെ ജോബ് ഗ്രോത്ത് വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ്. ഇപ്പം നിങ്ങൾ +2 എഴുതി കയറിയവരാണെന്ന് വിചാരിച്ചോ, ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യണ്ട, +2 കഴിഞ്ഞവരാണ് നിങ്ങളൊന്ന് വിചാരിച്ചോ. അപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിൽ എന്തുണ്ട്, ഇപ്പം ടൈപ്പിസ്റ്റ് ജോബിൽ നിങ്ങൾ അത്യാവശ്യം ടൈപ്പിംഗ് സ്കില്ല് അറിഞ്ഞിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിലോട്ട് പ്രൊമോഷൻ ഉണ്ട്, സീനിയർ ക്ലറിക്ക് ടൈപ്പിസ്റ്റിലോട്ടുണ്ട്. പിന്നെ എന്തായിട്ട് മാറാന്നേ കണ്ടോ, അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ വരെ ആവാം. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ വരെ ആ ജോബ് പ്രൊമോഷൻ വന്ന് നിൽക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സാലറി പേ. ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് നമുക്കറിയാം ഇപ്പം ഒരു മിനിമം 30,000 വരെ ആയിരിക്കും ബേസിക് പേ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന്. അതേസമയം ഗ്രാജുവേറ്റ് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ 35,000-ലായിരിക്കും തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഒരു മാസത്തെ ഒരു ഇൻഹാൻഡ് സാലറി എടുത്ത 48,000 അടുപ്പിച്ചുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഇൻക്രിമെൻറ്റ്സ് ആണ്. ഓരോ 3 മാസം തോറും കുറച്ച് പൈസ ഇങ്ങനെ അഡീഷണൽ ഇങ്ങനെ എന്ത് ചെയ്യും, കൂടി വരും. ഇൻക്രിമെൻറ്റ്സ് എന്ന് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഇപ്പം ഒരു വർഷത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏതൊരു ജോലി എടുത്താലും അങ്ങനെയാണ്, ഓരോ വർഷം കഴിയുന്നതോറും ഓരോ സാലറിയുടെ ഇൻക്രിമെൻറ്റ്സ് ഉണ്ടാവും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ അക്കൗണ്ട് ക്ലറിക്കം ടൈപ്പിസ്റ്റ് ആയാൽ ലാസ്റ്റ് എവിടെ വന്ന് നിൽക്കും കണ്ടോ, അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ടു ഗുഡ്സ് ഗാർഡ് വരെ ആവാം. ഗുഡ്സ് ഗാർഡ് നല്ല പോസ്റ്റാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ മാനേജർ പോലെയുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് ഗുഡ്സ് ഗാർഡ് വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് ജൂനിയർ ടൈം കീപ്പർ. ഇതിപ്പോൾ വിളിച്ചിട്ടില്ല, അത് കണ്ടോ, സീനിയർ ടൈം കീപ്പർ ആവാം. ടൈം കീപ്പറായി ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും, ഓരോ സാലറിയുടെ ഗ്രേഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എന്താണ്, ട്രെയിൻ ക്ലർക്ക്,
സീനിയർ ട്രെയിൻ ക്ലർക്ക് ആവും, പിന്നെ ചീഫ് ട്രെയിൻ ക്ലർക്ക്. ചീഫൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ സൂപ്പർവൈസിങ് മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതി. ആ ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്. സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കായി അവസാനം ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ വരെ ആവും. എന്തുകൊണ്ട് ഡെപ്യൂട്ടി വരെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. സ്റ്റേഷൻ മാസ്റ്റർ കൃത്യമായിട്ടൊരു ജോബ് പോസ്റ്റിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ താഴെ വന്നേ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എന്തായി കയറണം, സ്റ്റേഷൻ മാസ്റ്ററായി കയറണം. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിനൊക്കെ അത്യാവശ്യം നല്ല എന്തായിരിക്കും, കട്ട് ഓഫ് വരുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് അഥവാ സ്റ്റേഷൻ മാസ്റ്റർ എഴുതിയെടുക്കാൻ പറ്റിയില്ല, ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് ക്ലർക്കാണ് ആയെങ്കിൽ നിങ്ങൾക്ക് എവിടം വരെ എത്താം, ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ വരെ എത്താം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ജോബ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, അത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് ഗുഡ്സ് ഗാർഡ് കണ്ടോ, ചീഫ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ്. ട്രെയിനിൻ്റെ ചീഫ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലെത്തുകയാണ് കേട്ടോ. ചീഫ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു പൊസിഷനിലെത്തുകയാണ്. ചീഫ് കൺട്രോളർ ഗുഡ്സ് ഗാർഡായിട്ട് കയറിയിട്ട് പാസഞ്ചർ ഗാർഡാവും, എക്സ്പ്രസ് ഗാർഡാവും, സെക്ഷൻ കൺട്രോളറാവും, ചീഫ് കൺട്രോളർ. ഈ ഓരോ പോസ്റ്റ് ജോബ് പ്രൊമോഷൻ ആവും തോറും നിങ്ങളുടെ എന്ത് വരെയാണ്, സാലറി ഹൈക്കും ഉണ്ടാവുകയാണ്. നിങ്ങൾ 30 തുടങ്ങിയാൽ നിങ്ങൾ ലാസ്റ്റ് ഇറങ്ങുമ്പോൾ കയ്യിൽ ഒരു 1 lakh അടുപ്പിച്ചുള്ള ഒരു സാലറി പാക്കേജിങ് നിങ്ങൾക്ക് വരും. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സീനിയർ ക്ലറിക്കം ടിക്കറ്റ് ക്ലർക്ക് ആയാലും ശരി തന്നെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ വരെ വന്ന് നിൽക്കാം. ഓക്കെ, കാരണം സ്റ്റേഷൻ മാസ്റ്റർ ആണ് കേട്ടോ നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ. നമുക്ക് സൂപ്പർവൈസിങ് കംപ്ലീറ്റ്ലി ഒരു സ്റ്റേഷൻ്റെ കൺട്രോൾ. അതുകൊണ്ടാണ് ലാസ്റ്റ് എല്ലാത്തിൻ്റെ അവസാനം എന്താണ്, സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ഇപ്പം ജൂനിയർ ഇതായാലും എന്താണ്, ലാസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടാണ് മാറുന്നത്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ആയ ആൾ പിന്നെ ഫിനാൻസിന്റെ ഏറ്റവും ഹെഡായി മാറുകയാണ്, ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ മാറുകയാണ്. എത്ര ഇത് കഴിഞ്ഞിട്ട് സീനിയർ അക്കൗണ്ട്, അത് കഴിഞ്ഞ് അക്കൗണ്ട് ഓഫീസറായി, ചീഫ് അക്കൗണ്ട് ഓഫീസറായി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അത് സീനിയർ ടൈം കീപ്പർ ഉണ്ട്. അതും എങ്ങനെയാണ്, സീനിയർ ടൈം കീപ്പറിന്റെ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും. സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ എവിടം വരെ എത്തും നോക്കിയേ, സ്റ്റേഷൻ മാസ്റ്ററായി കയറിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായി മാറും, സ്റ്റേഷൻ സൂപ്രണ്ടൻ്റ് ആവും, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് ഓപ്പറേഷണറാവും, ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജറാവും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, എവിടെ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ പദവിയിൽ തുടങ്ങി പിന്നെ ഒരു ഡിവിഷൻ്റെ തന്നെ ഓപ്പറേഷണൽ മാനേജറായി മാറുകയാണ് നിങ്ങൾ. ആ ഒരു രീതിക്കുള്ള ഒരു ഹൈക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, RRB NTPCയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ചെറുതായിട്ട് കാണാണ്ട് ഈ ഒരു വാക്കൻസിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിച്ച് വാങ്ങാൻ നോക്കുക. 20,000 തൊട്ട് 35,000 വരെ ബേസിക് സാലറിയാണ്. എടുത്തു പറയുകയാണ്, ബേസിക് സാലറിയാണ്. ഈ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കിൻ്റെ കൂടെ പിന്നെ ഓരോ വർഷം കഴിയും തോറും നിങ്ങളുടെ സാലറി എന്ത് ചെയ്യും, ഹൈക്കിൽ തന്നെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി വാങ്ങിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വാങ്ങിച്ചോ. കാരണം NTPC എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഏതൊരു ജോലി ആയാലും എന്നും വിളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടും, നിങ്ങൾ മാക്സിമം എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് ഏതൊക്കെ വേണമാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഇപ്പോഴേ എന്ത് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഡൗട്ട്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്